ഞാനിന്ന് +2 ഫിസിക്സിലെ പോർഷൻസ് അതിനെപ്പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റിലെ പോർഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി, അതുപോലെ മാഗ്നറ്റിസം, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന മേഖലയിലെ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇലക്ട്രിക് ചാർജ് എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും എന്നതിനെപ്പറ്റി ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാം. അപ്പം ശ്രദ്ധിക്കാം. ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ്രവ്യത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ്രവ്യത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രത്യേകതയാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രത്യേകത, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഈ ഇലക്ട്രിക് ചാർജിനെ പ്ലേസ് ചെയ്താൽ ഇതൊരു ചാർജാണ്. ഒരു ചാർജ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഫീൽഡിൽ വെക്കുമ്പോൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുമായിട്ടും മാഗ്നറ്റിസവുമായിട്ടും ബന്ധമുള്ള മണ്ഡലത്തെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജിനെ വെക്കുമ്പോൾ അത് അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ ചുറ്റുപാടിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ഇത്തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് സബ് അറ്റോമിക് കണങ്ങളായ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ഒക്കെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം, ഇലക്ട്രോൺ എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ചാർജ് നെഗറ്റീവാണ്. പ്രോട്ടോൺ എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ചാർജ് പോസിറ്റീവാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ചാർജിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും. ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയ സയൻറ്റിസ്റ്റ്, ചാർജുകളെ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്ത സയൻറ്റിസ്റ്റാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ഇലക്ട്രിക് ചാർജിനെ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ചാർജിനെ വെച്ചാൽ അത് ഒരു ബലം പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക്. ഇലക്ട്രിക് ചാർജിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും. ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയ സയൻറ്റിസ്റ്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇനി നമുക്ക് ഇലക്ട്രിക് ചാർജ്, നമുക്ക് 2 തരം ക്വാണ്ടിറ്റികളെ പറ്റി പഠിക്കാം. സ്കെയിലാർ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ, അളവുള്ളതും എന്നാൽ ദിശ ഇല്ലാത്തതുമായ ക്വാണ്ടിറ്റികളെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്ന് പറയുന്നത്. അളവും ദിശയുമുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണമാണ് ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ചാർജ് ഏത് തരം ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ചാർജിന് അളവുണ്ട് പക്ഷേ ദിശയില്ല. അങ്ങനെ അളവുണ്ട് ദിശയില്ലാത്തതായതുകൊണ്ട് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അളവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചാർജിന് അളവുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന് യൂണിറ്റ് ഉണ്ട്, അളക്കുന്നതിന് യൂണിറ്റ് വേണം. ഈ ഇലക്ട്രിക് ചാർജിൻ്റെ, നമുക്ക് ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കൂളോം ആണ്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ്. ഈ കൂളോം എന്ന് പേര്, നമ്മൾ സിമ്പൽ എന്ന് പറയുന്ന C ആണ്. കൂളോം എന്ന് പേര് വരാൻ കാര്യം, ഇത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് കൂളോം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഇത് കണ്ടെത്തിയത്.
അതുകൊണ്ടാണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റിനെ കൂളോം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. ഫ്രഞ്ച് സയന്റിസ്റ്റായ കൂളോം ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളോം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് ഏതുതരം ക്വാണ്ടിറ്റി ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്കെയിലാറും വെക്ടറും. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒള്ളി മാഗ്നിറ്റ്യൂഡാണ്, അളവ് മാത്രമേ ഉള്ളൂ. എങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനാണ്. വെക്ടർ ക്വാണ്ടിറ്റിക്ക് കാരണം ഫോഴ്സിന് അളവുണ്ട്, ദിശയുണ്ട്. നമുക്കറിയാം ബലം എവിടേക്കാണ് പ്രയോഗിച്ചത് നമ്മൾ പറയാറുണ്ട്. ബലം പ്രയോഗിക്കുന്നതിന് ദിശയുണ്ട്. അതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ബലത്തിന് ദിശയുമുണ്ട്, അളവുമുണ്ട്. ഫോഴ്സ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ന്യൂട്ടണാണ്. എന്നാൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോംബാണ്. ഇത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ പേര് കൂളോം. അതുകൊണ്ടാണ് ഇലക്ട്രിക് ചാർജ് യൂണിറ്റിനെ കൂളോം എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഇലക്ട്രിക് ചാർജിനെ നമുക്ക് എങ്ങനെ ആണ് അത് മെഷർ ചെയ്യുന്നത്, ഇലക്ട്രിക് ചാർജിന്റെ വില എന്താണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്താണ് എന്നതിനെ പറ്റി എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളോം എന്ന് പറഞ്ഞു. കൂളോം എന്നുള്ളതിനെ C എന്ന് റെപ്രസെന്റ് ചെയ്യും. കൂളോം എന്നുള്ളത് C എന്നാണ് റെപ്രസെന്റ്. ഒരു കൂളോം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന്, ഒരു കൂളോം എന്ന് പറയുന്നത് 6.242 × 10⁻18 E തുല്യമാണ്. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ വാല്യൂ ആണ്. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജ് വാല്യൂ ആണ്. 1 കൂളോം എന്ന് പറയുന്നത് 6.242 × 10⁻18 E ആണ്. ഇനിയും ഇയുടെ വാല്യൂ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇയുടെ വാല്യൂ 1.6 × 10⁻−19 കൂളോം. അപ്പം ഒരു കൂളോമിന്റെ വാല്യൂ 6.242 × 10⁻18 ഇലക്ട്രോൺ വാല്യൂസിന് തുല്യമാണ്. E എന്ന് പറയുന്നത് 1.6 × 10⁻−19 കൂളോമിന് തുല്യമാണ്. അടുത്തതായിട്ട് ചാർജുകളുടെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയാം. ചാർജുകളുടെ പ്രോപ്പർട്ടീസിൽ ആദ്യം പഠിക്കാനുള്ളത് അഡിറ്റിവിറ്റിയാണ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം നമ്മൾ ഇമാജിൻ ചെയ്താൽ, ഒരു സിസ്റ്റത്തിൽ ഒരു +1 കൂളോം ഉണ്ട്, -2 കൂളോം ഉണ്ട്, ഒരു +3 കൂളോമ്പും +4 കൂളോമ്പും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് +1 കൂളോം +3 കൂളോം +4 കൂളോം -2 കൂളോം ആഡ് ചെയ്യുമ്പോൾ 8 കൂളോം. 3 + 1 + 4 8 കൂളോം -2 കൂളോം ദാറ്റ് ഈക്വൽസ് 6 കൂളോം ആണ് ഈ സിസ്റ്റത്തിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ചാർജുകളെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ചാർജുകളെ ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഒരു സിസ്റ്റത്തിൽ +1 കൂളോം +3 കൂളോം +4 കൂളോം -2 കൂളോം ചാർജുകൾ ഉണ്ടെങ്കിൽ ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ +1 കൂളോം +3 കൂളോം +4 കൂളോം -2 കൂളോം ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ 1, 3, 4 എല്ലാം പോസിറ്റീവ് ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 കൂളോം വരും. പിന്നെ -2 കൂളോം. 8 കൂളോം -2 കൂളോം ദാറ്റ് ഈക്വൽസ് 6 കൂളോം ആണ് ഇവിടുത്തെ ടോട്ടൽ നെറ്റ് ചാർജ് എന്ന് പറയുന്നത്. 6 കൂളോം ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ചാർജിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, like charges repels and unlike charges
അട്രാക്ട്സ്. ഒരേ തരം ചാർജുകൾ റിപ്പൽ ചെയ്യപ്പെടും, വികർഷിക്കപ്പെടും. അതായത് രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്ത് വന്നാൽ വികർഷിക്കും, രണ്ട് നെഗറ്റീവ് ചാർജുകൾ അടുത്ത് വന്നാലും വികർഷിക്കും. പക്ഷെ ഒരു പോസിറ്റീവും നെഗറ്റീവും, അതാണ് അൺലൈക്ക് ചാർജസ്, അടുത്ത് വന്നാൽ അത് പരസ്പരം ആകർഷിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇതിനെ നമ്മൾ ലോ ഓഫ് ചാർജസ് എന്ന് പറയാറുണ്ട്. അതായത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. ഒരേ തരത്തിലുള്ള ചാർജുകൾ വികർഷിക്കുന്നു, വ്യത്യസ്ത തരം ചാർജുകൾ ആകർഷിക്കപ്പെടും. ഇത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. അടുത്തത് ചാർജിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ് മീൻസ് ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് ആണെങ്കിൽ, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത അറിഞ്ഞിരിക്കണം. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്സുമായി യാതൊരു ഇന്ററാക്ഷനും ഇല്ലാത്ത തരത്തിലുള്ള സിസ്റ്റങ്ങളെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഒരു 10 കൂളോം ചാർജ് ഉണ്ടെങ്കിൽ ആ 10 കൂളം നിലനിൽക്കും, അല്ലെങ്കിൽ സംരക്ഷിച്ചിരിക്കും. അതൊരിക്കലും നഷ്ടപ്പെടുകയോ ഈ 10 കൂളമ്പിൽ നിന്ന് ചാർജ് കൂടുകയോ ചെയ്യില്ല. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി, കൺസർവേഷൻ ഓഫ് ചാർജ്. ടോട്ടൽ ചാർജ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കൺസർവ്ഡ് ആണ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ചാർജുകളെ കൺസർവ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ നിയമം, കൺസർവേഷൻ ഓഫ് ചാർജ്. അടുത്ത ചാർജിന്റെ നാലാമത്തെ പ്രോപ്പർട്ടി. ചാർജിന്റെ നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. നമ്മൾ നേരത്തെ ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ Q എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചു. ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ Q ഉപയോഗിക്കാൻ കാരണം ചാർജിന്റെ ഈ പ്രോപ്പർട്ടിയാണ്, ക്വാണ്ടൈസേഷൻ. ചാർജുകളെ ക്വാണ്ടൈസ് ചെയ്യാൻ പറ്റും. അതായത് ചാർജുകളുടെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ചാർജുകളെ റെപ്രസെന്റ് ചെയ്യാൻ Q എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഇപ്പൊ കുറെ ചാർജുകളുണ്ട്, കുറെ ചാർജുകൾ E എന്ന് പറയുന്ന കുറെ ചാർജുകൾ, ഇലക്ട്രോണിക് ചാർജുകൾ കുറെ ഉണ്ട്. E എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ചാർജ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറെ ഫണ്ടമെന്റൽ ചാർജുകൾ അടങ്ങിയ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് എണ്ണം അറിയില്ല. അപ്പം n എണ്ണം, സ്മോൾ n എണ്ണം, n എന്ന് പറയുന്ന നമ്പറാണ്, സ്മോൾ n നമ്പർ ഓഫ് ചാർജസ്, n എണ്ണം ഈ ചാർജുകൾ ഉണ്ടെങ്കിൽ, ഒരു ചാർജിന്റെ വാല്യൂ E ആണ്, അങ്ങനെ n എണ്ണം ഈ ചാർജുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം എല്ലായ്പ്പോഴും ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്പർ ഇൻറ്റു ഒരെണ്ണത്തിന്റെ വാല്യൂ ആണ് മൾട്ടിപ്ലൈ. ഒരു ചാർജിന്റെ വാല്യൂ E ആണെങ്കിൽ അതിനകത്ത് n ചാർജുകൾ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ Q = n × E എന്നാണ്. അങ്ങനെ ടോട്ടൽ ക്വാണ്ടിറ്റി, ഒരു സിസ്റ്റത്തിലെ ചാർജിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് Q = n × E ആണ്. അതായത് ടോട്ടൽ ചാർജ് ഇൻ എ സിസ്റ്റം ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് ആണ്. ഫണ്ടമെന്റൽ ചാർജ് ആണ് E. യുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ n എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചാർജ് ഉള്ളെങ്കിൽ n-ന്റെ വാല്യൂ 1 ആയിരിക്കും, 2 ചാർജുകൾ ഉണ്ടെങ്കിൽ n-ന്റെ വാല്യൂ 2, 3 ചാർജുകൾ ഉണ്ടെങ്കിൽ 3, അതായത് ഇൻറ്റിജർ വാല്യൂസ് 1, 2, 3 വാല്യൂസ് 4, 4 ചാർജുകൾ ഉണ്ടെങ്കിൽ 4 × E എന്ന് വരും. അപ്പോൾ ടോട്ടൽ ചാർജ് ഇൻ എ സിസ്റ്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് E ആണ്. ഇതാണ് നാലാമത്തെ ചാർജുമായി ബന്ധപ്പെട്ട് ചാർജിന്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഇനിയും ചാർജുമായി ബന്ധപ്പെട്ട നിയമം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മുതൽ സമ്മറൈസ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ചാർജിനെ പറ്റി പറഞ്ഞു. ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ചാർജ് വെക്കുമ്പോൾ ആ ഇലക്ട്രിക് ചാർജ് അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഇങ്ങനെ സറൗണ്ടിങ്സിലേക്ക് ബലം പ്രയോഗിക്കാൻ കഴിവുള്ള, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ സറൗണ്ടിങ്സിലേക്ക് ബലം പ്രയോഗിക്കാൻ കഴിവുള്ള മാറ്ററിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ചാർജിനെ Q എന്ന് റെപ്രസെന്റ് ചെയ്യും. ആ Q എന്ന് റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഈ ചാർജ് എന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ എല്ലാം ഒരു പ്രോപ്പർട്ടിയാണ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് പറയുമ്പോൾ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെ ഒക്കെ പ്രോപ്പർട്ടിയാണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്.
ഈ ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്ത സയന്റിസ്റ്റ് ആണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്തത്. പിന്നീട് ചാർജുകളുടെ യൂണിറ്റിനെ പറ്റി പറഞ്ഞു. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചാർജിന്റെ യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളോംബാണ്. അത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ഫ്രഞ്ച് സയന്റിസ്റ്റായ കൂളോംബാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചാർജിന്റെ യൂണിറ്റിനെ കൂളോം എന്ന് പറയുന്നത്. പിന്നീട് ചാർജിന്റെ യൂണിറ്റായ കൂളോമിന്റെ വാല്യൂ പറഞ്ഞു. 1 കൂളോം എന്ന് പറയുന്നത്, ഒരു കൂളോം എന്ന് പറഞ്ഞാൽ 6.242 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺ വാല്യൂ ആണ്. ഇയുടെ വാല്യൂ 1.6 ഇൻറ്റു 10⁻−19 കൂളോംബാണ്. പിന്നീട് ചാർജുകളുടെ 4 പ്രോപ്പർട്ടീസിനെ പറ്റി പറഞ്ഞു. അതിലെ ചാർജിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത് അഡിറ്റിവിറ്റിയാണ്. ചാർജുകളുടെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ അതിനെ ആഡ് ചെയ്യാം, ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ. 1 കൂളോം 2 കൂളോം ആണെങ്കിൽ 1 + 2 = 3 കൂളോം എന്ന രീതിയിൽ നമുക്ക് ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അഡിറ്റിവിറ്റി. രണ്ടാമത്തെ പ്രോപ്പർട്ടി ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. മൂന്നാമത് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാൻ സറൗണ്ടിങ്സുമായി ഇന്ററാക്ഷൻ ഇല്ലാത്ത സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജിനെ കൺസർവ് ചെയ്തിരിക്കും. അടുത്തത് നാലാമത് പറഞ്ഞ പ്രോപ്പർട്ടിയായ ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ചാർജ് ആയ ഇയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് Q = N × E എന്നാണ്. ഇങ്ങനെ ക്വാണ്ടൈസ് ചെയ്യാൻ കഴിവുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ചാർജിനെ നമ്മൾ Q എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റിയുടെ ഫണ്ടമെന്റൽ യൂണിറ്റുകളായ ചാർജുകളുടെ അടിസ്ഥാന വിവരങ്ങൾ ആണ് സംസാരിച്ചത്. അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും നമുക്ക് ചാർജുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന എക്സ്പെരിമെന്റുകളെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ചാർജ് എങ്ങനെയാണ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഇത്രയും നേരം ഇതിൻ്റെ ഈ ക്ലാസ് ഒബ്സർവ് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.